നിങ്ങൾ ഈ സിംഗിൾ സിലിണ്ടർ, ട്വിൻ സിലിണ്ടർ, 3 സിലിണ്ടർ, 4 സിലിണ്ടർ, 5 സിലിണ്ടർ, 6 സിലിണ്ടർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ ഏത് എഞ്ചിനാണ് കിടിലൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്പെൻഡ് ഓൺ പർപ്പസ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനേക്കാൾ കുറച്ചുകൂടെ പവർഫുൾ ആയിരിക്കും, കുറച്ചുകൂടെ സ്മൂത്തർ ആയിരിക്കും, റിഫൈൻമെന്റ് ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഒരു 200cc സിംഗിൾ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ 200cc കപ്പാസിറ്റിയുള്ള പിസ്റ്റനും സിലിണ്ടർ ആയിരിക്കും ഉണ്ടാവുക. അതൊരു 300, 400, 500, 600 എന്നൊക്കെ പറയുമ്പോൾ സിംഗിൾ സിലിണ്ടറിന്റെ കാര്യത്തിലാണെങ്കിൽ പിസ്റ്റന്റെ സൈസ് കൂടി വരുന്നു. പിസ്റ്റന്റെ സൈസ് കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്തെന്നാൽ ചെറിയൊരു എഞ്ചിനകത്ത് വലിയൊരു പിസ്റ്റൻ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻസും ഇംബാലൻസിങ് എല്ലാം കൂടുതലായിരിക്കും. സോ നമ്മുടെ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിസ്റ്റന്റെ സൈസ് കുറയണം, പക്ഷേ CC കൂടണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് മൾട്ടിപ്പിൾ സിലിണ്ടേഴ്സിന്റെ ആവശ്യം വരിക. ഒരു 1000cc സിംഗിൾ സിലിണ്ടർ അറേഞ്ച്മെന്റ് വെക്കുന്നത് സ്പ്ലിറ്റ് ചെയ്ത് 4 സിലിണ്ടർ അറേഞ്ച്മെന്റ് വെക്കുമ്പോൾ എഞ്ചിൻ കുറച്ചുകൂടെ ബാലൻസിങ് ആവുന്നു. ഫസ്റ്റ് സിലിണ്ടർ ഉണ്ടാക്കുന്ന വൈബ്രേഷൻസ് എല്ലാം സെക്കൻഡ് സിലിണ്ടർ ആകുമ്പോഴേക്കും ക്യാൻസൽ ആയി പോകുന്നു. നമുക്കൊരു 2 സ്ട്രോക്കിൽ പവർ ഉണ്ടാക്കുന്ന പോലെ നമുക്കൊരു 4 സ്ട്രോക്കിലും പവർ ഉണ്ടാക്കാൻ കഴിയും. ഇതുകൊണ്ടൊക്കെ തന്നെ ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനേക്കാളും മോർ പവർഫുള്ളും റിഫൈൻമെന്റും ബാലൻസിങ് ആയിട്ട് നമുക്കൊരു 4 സിലിണ്ടർ എഞ്ചിൻ തോന്നുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.